ക്ഷേത്രം പൂജാരിയും സുഹൃത്തുക്കളായ 3 പേരും അടങ്ങുന്ന സംഘം കാറിലെത്തി അഞ്ചലിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ക്ഷേത്രം പൂജാരിയും കാപ്പാക്കേസിൽ പ്രതിയുമായിട്ടുള്ള പൂജാരിയുടെ സുഹൃത്തും അഞ്ചൽ പോലീസിന്റെ പിടിയിലായി. ആലപ്പുഴ നൂറനാട് പടതലം സ്വദേശിയായിട്ടുള്ള ക്ഷേത്രം പൂജാരി അമ്പിളി രാജേഷിന്റെ സുഹൃത്ത് പത്തനംതിട്ട പള്ളിക്കൽ മുറി പയ്യന്നൂർ സ്വദേശി സുമേഷ് എന്നിവരുമാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. നൂറനാട് ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പൂജാരിക്കെതിരെയും സുമേഷിനെതിരെയും നിരവധി കേസുകളാണ് നിലവിലുള്ളത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അഞ്ചൽ വടമൺ വഞ്ചിമുക്കിൽ വെച്ച വടമൺ സ്വദേശിയായ സുജീഷിനെ കാറിലെത്തിയ പൂജാരിയും സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അറസ്റ്റിലായ ക്ഷേത്രം പൂജാരി അമ്പിളി രാജേഷ് 6 മാസങ്ങൾക്ക് മുന്നേ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. എന്നാൽ പൂജാരിയുടെ ചില ക്രമക്കേടുകൾ ക്ഷേത്രം ഭാരവാഹിയായ സുജീഷ് ക്ഷേത്ര ഭരണസമിതിയിൽ ഉന്നയിക്കുകയും മേൽശാന്തിയായ അമ്പിളി രാജേഷിനെ ക്ഷേത്രത്തിൽ നിന്നും പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പൂജാരിയായ അമ്പിളി രാജേഷും സുഹൃത്തുക്കളായ മറ്റു 3 പേരും ചേർന്ന കാറിലെത്തി കടത്തുണയിൽ നിൽക്കുകയായിരുന്ന സുജീഷിനെ ഓടിച്ചിട്ട വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വെട്ടേറ്റ സുജീഷ് തൊട്ടടുത്ത വീട്ടിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. സംഭവം നടക്കുന്നതിന്റെ അന്ന് രാവിലെ തന്നെ സുജീഷിന്റെ വീട്ടിൽ 2 തവണ പൂജാരിയും സുഹൃത്തുക്കളും എത്തിയിരുന്നു. എന്നാൽ സുജീഷിനെ കാണാൻ പറ്റിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വടമൺ വഞ്ചിമുക്കിൽ വെച്ച സുജീഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനു ശേഷം കാറിൽ 4 സംഘം രക്ഷപ്പെട്ടത്. വെട്ടേറ്റ സുജീഷിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകി. സംഭവത്തിൽ 110 വകുപ്പ് പ്രകാരം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പൂജാരിയെയും സുഹൃത്ത് സുമേഷിനെയും ആലപ്പുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. കൃത്യത്തിന് ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. കേരള പെരുമാ ന്യൂസ്, അഞ്ചൽ.